അറേബ്യൻ ഹൃദയഭൂമിയിൽ ചൂതാടാൻ ഒരു കാസിനോ. 5 വർഷം മുമ്പ് ചിന്തിക്കാൻ പോലും സാധിക്കാതിരുന്ന കാര്യം ഇന്ന് യാഥാർത്ഥ്യമാണ്. മക്കാവുവിനെ വെല്ലുന്ന, ലാസ് വേഗാസിനെ നാണിപ്പിക്കുന്ന ചൂതാട്ട കേന്ദ്രം റാസൽ ഖൈമയിൽ 90% പണി പൂർത്തിയായി കഴിഞ്ഞു. മതത്തെ മുറിവേൽപ്പിക്കാതെയും ഇസ്ലാമിക ശരിയ കോടതികളെ പ്രകോപിപ്പിക്കാതെയുമാണ് UAE 10 ലക്ഷം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കാസിനോ കോംപ്ലക്സ് പണി തീർത്തത്. ആരാണ് അതവിടെ പണിയുന്നത്? ആരാണ് അതിൽ നിന്ന് ലാഭമെടുക്കുന്നത്? ആരൊക്കെയാകും അവിടെ ചൂതാടാനെത്തുക? ചൂതാട്ടത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ അറേബ്യ എങ്ങനെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്? ചൂതാട്ട കേന്ദ്രങ്ങൾ സാധ്യമാക്കാൻ നിയമവും മതചട്ടക്കൂടുകളും രാഷ്ട്രീയ അതിർവരമ്പുകളും എങ്ങനെയാണ് മാറ്റിയെഴുതപ്പെട്ടത്? അതിനെക്കുറിച്ചാണ് പറയുന്നത്. പെട്രോളിയം മുതൽ ടൂറിസം വരെ, ബാങ്കിംഗ് മുതൽ ഏവിയേഷൻ വരെ ഓരോ വർഷവും നിയമങ്ങൾ ആവർത്തിച്ച് തിരുത്തി എഴുതാറുണ്ട് UAE. പുരോഗതിയും ആധുനികതയും അവരെ അത്രയ്ക്കും ആവേശം കൊള്ളിക്കാറുമുണ്ട്. എന്നാൽ കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെയായി ഒരു നിയമം മാത്രം ഒരിക്കലും അവർ പുനഃപരിശോധനയ്ക്ക് വെച്ചിട്ടില്ല. UAEയുടെ അതിർത്തിയിൽ ചൂതാട്ടം നടത്തുന്നവർക്ക് ജയിലിലെ നരകം വിധിച്ചിട്ടുള്ള നിയമം. ഇസ്ലാമിക് ശരിയ ആണ് UAE ഭരണഘടനയുടെ നിയമനിർമ്മാണത്തിന്റെ സ്രോതസ്. ശരിയ തത്വങ്ങൾ മൈസിർ എന്ന ചൂതാട്ടവും ഖരാർ എന്ന കരാറുകളിലെ അമിതമായ അനിശ്ചിതത്വവും കർശനമായി വിലക്കുന്നു. ശരിയയിൽ ചൂതാട്ടം അധ്വാനമില്ലാത്ത ലാഭമാണ്, അഡിക്ഷൻ ഉണ്ടാക്കുന്നതാണ്, കുടുംബങ്ങളെയും സമൂഹത്തെയും നശിപ്പിക്കുന്നതുമാണ്. 1971 ഡിസംബർ 2 UAE രൂപീകരിക്കപ്പെട്ട കാലം മുതൽ ചൂതാട്ട നിരോധനം മാറ്റമില്ലാതെ തുടർന്നു. പിന്നീട് ചൂതാട്ട വിരുദ്ധ നിയമം സെക്യുലർ ഫെഡറൽ ലോയിലേക്കും ചേർക്കപ്പെട്ടു. UAE ശിക്ഷാ നിയമത്തിലെ 1987 ഫെഡറൽ ലോ ആർട്ടിക്കിൾ 3 എല്ലാത്തരം ചൂതാട്ടങ്ങളെയും ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു കാസിനോ പ്രവർത്തിപ്പിക്കുന്നതോ പന്തയം വെക്കലോ കനത്ത പിഴയും 2 വർഷം വരെ തടവും ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്. ചാരിറ്റിക്ക് വേണ്ടി പ്രമോഷണൽ ഡ്രോ എന്ന പേരിൽ ദുബായ് ലോട്ടറി ഉൾപ്പെടെയുള്ളവ ഉണ്ടായിരുന്നെങ്കിലും പൊതുവെ ആ നിയമത്തിൽ അവ്യക്തതകളോ ഗ്രേ ഏരിയകളോ ഇല്ലായിരുന്നു. UAEയുടെ ഐക്കണിക് സ്കൈ ലൈനിൽ സീസേഴ്സ് പാലസ് അല്ലെങ്കിൽ MGM ഗ്രാൻഡ് പോലുള്ള നിയോൺ ബോർഡുകൾ ഒരിക്കലും ഉണ്ടാകില്ലെന്ന് ഉറപ്പിച്ച് വ്യക്തമാക്കുന്ന നിയമം. ആ നിയമമാണ് മാറിയിരിക്കുന്നത്. ടൂറിസത്തിലൂടെ ആഗോള മൂലധനം വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന UAE ഇൻഡോർ സ്കീ സ്ലോപ്പുകളും ആഡംബര നൈറ്റ് ക്ലബ്ബുകളും ഉണ്ടാക്കി. പാശ്ചാത്യ ജീവിതശൈലിയോട് സഹിഷ്ണുത കാണിച്ചു. ടൂറിസത്തിൽ തങ്ങൾക്ക് സാധിക്കാത്തതായി ഇനി ഒന്നുമില്ലെന്ന ആത്മവിശ്വാസത്തിന് ഇളക്കം തട്ടും വരെ UAE ആഘോഷിച്ചു. UAEക്ക് ചുറ്റുമുള്ള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചറിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരുന്നു. ഏഷ്യയിൽ മക്കാവുവിന്റെ പേര് ചൂതാട്ടവുമായി മാത്രം ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞു കേട്ടത്. ആംസ്റ്റർഡാമിൽ നിന്നും ഷിക്കാഗോയിൽ നിന്നുമുള്ള ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ദുബായിലെയും അബുദാബിയിലെയും വിമാനത്താവളങ്ങളിലെത്തി മക്കാവുവിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റ് പിടിച്ച് ചൂതാടാൻ പോകുന്നത് UAEക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. സിംഗപ്പൂരിലെ മറീന ബേ സാൻഡ്സ്, റിസോർട്ട് വേൾഡ് സെൻഡോസ എന്നിവയ്ക്ക് നിയമസാധുത ലഭിച്ചതോടെ മരുഭൂമിയിൽ കാറോടിക്കാൻ മാത്രമായി അതിസമ്പന്നർ ദുബായിലേക്ക് വരാതായി. വലിയ ഇൻ്റഗ്രേറ്റഡ് റിസോർട്ടുകൾക്കുള്ളിൽ മെഗാ കാസിനോകൾ സംയോജിപ്പിച്ചാൽ ചൂതാട്ടത്തിലെ ആഗോള മാർക്കറ്റിനെ നിയന്ത്രിക്കാം. ലക്ഷറി റീറ്റെയിൽ, ഫൈൻ ഡൈനിങ്, വേൾഡ് ക്ലാസ് എൻ്റർടൈൻമെൻറ്റ്, മീറ്റിംഗ്സ്, ഇൻസെൻറ്റീവ്സ്, കോൺഫറൻസസ്, എക്സിബിഷൻസ് എന്നിവയടങ്ങുന്ന മൈസ് ഫെസിലിറ്റീസ്, അങ്ങനെയെല്ലാം അതിൻ്റെ ബൈ പ്രൊഡക്റ്റായി എത്തും. ഈ വിപണിയുടെ ഊക്ക് ഫിലിപ്പീൻസും സിംഗപ്പൂരും മക്കാവുമെല്ലാം തെളിയിച്ചു. ഇസ്ലാമിക കോടതികൾ നിലവിലുള്ള മലേഷ്യ പോലും ജെൻറ്റിങ് ഹൈലാൻഡ്സിലൂടെ ചൂതാട്ട വിപണിയിൽ പണം വാരുന്നത് UAE കണ്ടു. UAEക്ക് തിരക്കുണ്ടായിരുന്നില്ല, അല്ലെങ്കിലും ഇക്കാര്യത്തിൽ അവർക്ക് തിരക്ക് കൂട്ടാൻ സാധിക്കുമായിരുന്നില്ല. ശരിയ ഇരുതല മൂർച്ചയുള്ള വാളാണ്. എന്നാലും കോവിഡ് പാൻഡമിക്കിനും 2020 ദുബായ് എക്സ്പോയ്ക്കും ശേഷം അവിടെവിടെ ചില മനംമാറ്റങ്ങൾ ദൃശ്യമായി. ലോകത്തിലെ കാസിനോ വമ്പന്മാരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അറബ് വസ്ത്രങ്ങൾ ധരിച്ച UAE ഡെലിഗേറ്റുകൾ തുടർച്ചയായി സന്ദർശനം നടത്തുന്നത് വാർത്തയായി. നെവാഡ, ന്യൂജേഴ്സി, സിംഗപ്പൂർ എന്നിവിടങ്ങളിലെ ബെറ്റിംഗ് റെഗുലേറ്ററി വിദഗ്ധരുമായും UAEയിലെ നിയമ സാമ്പത്തിക ഉപദേശകരുമായും വർഷങ്ങളോളം രഹസ്യ ചർച്ചകൾ നടന്നു. ശരിയയുടെ വിലക്ക് ലംഘിക്കാതെ ഒരു ഡീറെഗുലേഷൻ, അതായിരുന്നു UAEയുടെ മുൻഗണന. കള്ളപ്പണം വെളുപ്പിക്കൽ, ഗാംബ്ലിംഗ് അഡിക്ഷൻ, സാമൂഹിക ആഘാതങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള എല്ലാ ആശങ്കകളും പരിഹരിക്കാൻ കഴിയുന്ന ശക്തവും കർക്കശവുമായ സാങ്കേതിക സംവിധാനം വികസിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. ഒരു ഹൈപ്പർ റെഗുലേഷൻ രീതിയാണ് UAEക്ക് നല്ലതെന്ന് ഉപദേശിച്ചത് സിംഗപ്പൂരിലെ വിദഗ്ധരാണ്. ലോകത്തിലെ മറ്റേതൊരു ഗെയിമിംഗ് അതോറിറ്റിയേക്കാളും കൂടുതൽ അധികാരവും മേൽനോട്ടവും കർശനമായ നിബന്ധനകളുമുള്ള റെഗുലേറ്ററി ബോഡി സൃഷ്ടിക്കുക. അത് എല്ലാ എമിറേറ്റുകളുടെയും അധികാര പരിധിക്ക് പുറത്തായിരിക്കണം. ഇതാണ് ഹൈപ്പർ റെഗുലേഷൻ, മതത്തിന് മുറിവേൽക്കാത്ത സ്ട്രാറ്റജി. അങ്ങനെ അത് സംഭവിച്ചു. 2023 ചൂതാട്ടം UAE നിയമവിധേയമാക്കി.
അങ്ങനെ പൂർണ്ണമായ അർത്ഥത്തിൽ പറയാൻ കഴിയുമോ എന്നറിയില്ല. UAE ഫെഡറൽ ഗവൺമെന്റ് ജനറൽ കൊമേഴ്സ്യൽ ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റി എന്ന GCGRA രൂപീകരിക്കുന്നതായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഇത് നയത്തിലും തഞ്ചത്തിലും നടത്തിയ നീക്കമാണ്. MGM റിസോർട്ട്സ് മുൻ CEO ജിം മുറൻ ചെയർമാനായും ന്യൂജേഴ്സി റെഗുലേറ്ററായ കെവിൻ മുല്ലാലി CEO ആയുമുള്ള ഈ അതോറിറ്റിക്ക് നാഷണൽ ലോട്ടറി നടത്താനും കാസിനോകൾക്കുമായി ഒരു ലോകോത്തര റെഗുലേറ്ററി ഫ്രെയിംവർക്ക് സൃഷ്ടിക്കാനുള്ള ചുമതല നൽകി. ജനറൽ കൊമേഴ്സ്യൽ ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റി ഒരു ഫെഡറൽ അതോറിറ്റിയാണ്. ഗെയിമിംഗ് പോളിസിയിൽ എമിറേറ്റുകൾ തമ്മിൽ മത്സരിക്കുന്നത് ഒഴിവാക്കാനുള്ള നീക്കം. UAE പുതിയ നിയമനിർമ്മാണത്തെ ചൂതാട്ടം എന്ന് വിശേഷിപ്പിക്കുന്നതിന് പകരം കൊമേഴ്സ്യൽ ഗെയിമിംഗ് എന്നാണ് വിളിച്ചത്. ഒരു സാധാരണ ടൂറിസം ആക്ടിവിറ്റിയുടെ മറ കിട്ടാനാണ് ഇങ്ങനെ ചെയ്തത്. സ്വന്തം പൗരന്മാരെ കാസിനോകളിൽ ചൂതാടാൻ UAE അനുവദിക്കില്ല. വിദേശ പാസ്പോർട്ടുള്ളവരെ മാത്രം. അധികം വൈകാതെ ലാൻഡ് ബേസ്ഡ് റിസോർട്ടുകൾ ഉൾപ്പെടെയുള്ള കാസിനോകൾക്ക് GCGRA ലൈസൻസുകൾ നൽകി തുടങ്ങുമെന്ന് UAE പ്രഖ്യാപിച്ചു. ഇതിനൊപ്പം തങ്ങളുടെ പൗരന്മാരുടെ ആശങ്കകൾക്കും UAE മറുപടി നൽകി. ആഗോള മാനദണ്ഡങ്ങളെക്കാൾ ഉയർന്ന KYC, ആന്റി മണി ലോണ്ടറിംഗ് പ്രോട്ടോകോളുകൾ എന്നിവ തങ്ങളുടെ നാട്ടിലെ കാസിനോകൾ പാലിക്കുമെന്ന് UAE ഉറപ്പു നൽകി. പ്രോബ്ലം ഗാംബ്ലിംഗ് പ്രോഗ്രാം ശക്തമായി നടപ്പാക്കും. അതായത് ഗെയിമിന് അഡിക്ഷൻ ഉണ്ടാക്കാതെ നോക്കും. കർശനമായ സോണിംഗ് ആൻഡ് ആക്സസ് കൺട്രോൾസ് UAE ഉറപ്പു നൽകി. കാസിനോ റിസോർട്ടുകൾ ടൂറിസ്റ്റ് ലക്ഷ്യസ്ഥാനങ്ങൾ മാത്രമായിരിക്കുമെന്നും അത് ലോക്കൽ എക്കോണമിയെയോ വ്യവസ്ഥകളെയോ ബാധിക്കില്ലെന്നും അവർ വ്യക്തമാക്കി. പള്ളികളുടെ 7 അയലത്ത് കാസിനോകൾ ഉണ്ടാകില്ലെന്ന് കൂടി UAE പ്രഖ്യാപിച്ചു. ചുരുക്കത്തിൽ ഗെയിമിങ്ങിന് ചുറ്റും തങ്ങളുടെ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ റെഗുലേറ്ററി കവചം തീർക്കുക എന്നതാണ് GCGRAയുടെ ദൗത്യം. ആരാണ് ആദ്യത്തെ കാൻഡിഡേറ്റ്? എവിടെയാണ് അവരാദ്യം എത്തുക? പിന്നെ ആ ചോദ്യങ്ങളായിരുന്നു. ലോകത്തെ ഇന്നും അതിശയിപ്പിക്കുന്ന മതനേതാക്കൾക്ക് ഇനിയും ഉത്തരം ലഭിച്ചിട്ടില്ലാത്ത ഒരാശ്ചര്യം പറയട്ടെ. UAE ചൂതാട്ടം നിയമവിധേയമാക്കാൻ റെഗുലേറ്ററി ബോഡിയെ നിയമിക്കുന്നതിന് 1 വർഷം മുമ്പ് 2022 ജനുവരിയിൽ ആഗോള ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയെയും UAEയുടെ നയങ്ങളെ നിരീക്ഷിക്കുന്നവരെയും ഒരുപോലെ അമ്പരപ്പിച്ച ഒരു വമ്പൻ പ്രഖ്യാപനമുണ്ടായി. ലാസ് വെഗാസിലെയും മക്കാവുവിലെയും കാസിനോ ആഡംബരത്തിന്റെ പര്യായമായ വിൻ റിസോർട്ട്സ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ച് ഒരു ഇന്റഗ്രേറ്റഡ് റിസോർട്ട് വികസിപ്പിക്കാനുള്ള തങ്ങളുടെ താൽപ്പര്യം അറിയിച്ചു. ഇന്റഗ്രേറ്റഡ് റിസോർട്ട് എന്ന വാക്ക് വിൻ ബോധപൂർവം ഉപയോഗിച്ചതാണ്. എന്നാൽ ഇൻഡസ്ട്രി ലെക്സിക്കൺ പ്രകാരം, പ്രത്യേകിച്ച് വിന്നിൽ നിന്ന് ഇത്തരമൊരു വാക്ക് വരുമ്പോൾ അതിന് കാസിനോ ഗെയിമിംഗ് എന്ന അവരുടെ പ്രധാന ബിസിനസ്സുമായി വേർപിരിക്കാനാവാത്ത ബന്ധമുണ്ട്. വിൻ റിസോർട്ട്സ് CEO ക്രെയ്ഗ് ബില്ലിങ്സ് UAEയിലെ നിക്ഷേപ താൽപ്പര്യത്തെ ലാൻഡ്മാർക്ക് ടൂറിസം പ്രൊജക്ട് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇത് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കലാണ്. വിന്നിന്റെ മുഴുവൻ ബ്രാൻഡ് DNA-യും പടുത്തുയർത്തിയിരിക്കുന്നത് അൾട്രാ ലക്ഷറി ഗെയിമിംഗ് റിസോർട്ട്സിലാണെന്ന് ആർക്കും അറിയാം. പതിറ്റാണ്ടുകളായി ചൂതാട്ടം സാംസ്കാരികമായും നിയമപരമായും നിരോധിക്കപ്പെട്ട ഒരു രാജ്യത്തേക്കുള്ള അവരുടെ പ്രവേശനം വലിയൊരു മാറ്റത്തിന്റെ സൂചനയായി. പരീക്ഷണം എന്നതിലുപരി ആ രാജ്യത്തെ നിയമങ്ങൾ പോലും പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ചുകൊണ്ടുള്ള വമ്പൻ ബെറ്റിംഗ്. ഇനിയാണ് ട്വിസ്റ്റ്. എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഈ പദ്ധതി ദുബായിലായിരുന്നില്ല, തലസ്ഥാനമായ അബുദാബിയിലുമല്ല. ഏറ്റവും വടക്കുള്ള എമിറേറ്റായ റാസൽ ഖൈമയാണ് വിൻ റിസോർട്ട്സ് തിരഞ്ഞെടുത്തത്. അതുവരെ ലോകത്തിന് റാസൽ ഖൈമ എന്ന ആറേക്ക് ഹജാർ മലനിരകളും പുരാവസ്തു കേന്ദ്രങ്ങളും പ്രകൃതിയും സാഹസികതയും നിറഞ്ഞ ടൂറിസവുമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഇവിടേക്ക് വിൻ വന്നു? വളരാനുള്ള റാസൽ ഖൈമയുടെ ആഗ്രഹം മാത്രമായിരുന്നു അതിന് പിന്നിൽ. ദുബായിക്കും അബുദാബിക്കും ഷാർജയ്ക്ക് പോലുമുള്ള തലയെടുപ്പ് തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന നിരാശയിൽ നിന്നും വന്ന തെരഞ്ഞെടുപ്പ്. റാസൽ ഖൈമ ഭരണാധികാരി ഷെയ്ഖ് സൗദ് ബിൻ സഖർ അൽ ഖാസിമിയുടെ സാമ്പത്തിക പരിഷ്കാരത്തിലൂടെ ആരൊക്കെ വർഷങ്ങളായി സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിനും ടൂറിസം വളർച്ചയ്ക്കുമായി തന്ത്രങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. എണ്ണ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാണെങ്കിലും എണ്ണ ഇതര മേഖലകൾ കെട്ടിപ്പടുക്കുന്നതിൽ ആരൊക്കെ ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ UAE ചൂതാട്ടം നിയമവിധേയമാക്കും മുമ്പേ വിന്നിന് തങ്ങളുടെ പദ്ധതി പ്രഖ്യാപിക്കാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി എന്നന്വേഷിച്ച് ദൂരെയൊന്നും പോകേണ്ട. വിൻ മരുഭൂമിയും കടലും ചേരുന്നിടത്ത് തങ്ങളുടെ മണ്ണ് കണ്ടെത്തി. അൽ മർജാൻ ഐലൻഡ് ഫ്രീ എക്കണോമിക് സോണിലെ 215 ഏക്കർ ഭൂമി. മരുഭൂമിയിലെ മണ്ണെടുത്ത് കടലിലിട്ട് മനുഷ്യർ സൃഷ്ടിച്ചെടുത്ത കൃത്രിമ ദ്വീപ്. പവിഴപ്പുറ്റുകളുടെ ആകൃതിയിലുള്ള 4 ദ്വീപുകളുടെ അൽ മർജാൻ ഐലൻഡ് റാസൽ ഖൈമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബീച്ച് ഫ്രണ്ട് റിയൽ എസ്റ്റേറ്റ് ആണ്. പുൾമാനും മാരിയറ്റിനും റാഡിസണുമെല്ലാം ഇവിടെ റിസോർട്ടുകളുണ്ട്. UAEയിലെ ഇറ്റാലിയൻ റിയൽ എസ്റ്റേറ്റ് ലോബിയുടെ കേദാരഭൂമി. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് റോഡ് വഴി 45 മിനിറ്റ് മാത്രം ദൂരം. റാസൽ ഖൈമയിലെത്തിയ വിൻ റിസോർട്ട് CEO ക്രെയ്ഗ് ബില്ലിങ്സ് തങ്ങളുടെ പദ്ധതി ഒരു ചെറിയ ഔട്ട്പോസ്റ്റ് ആയിരിക്കില്ലെന്ന് വ്യക്തമാക്കി.
ലോകത്തിലെ ഏറ്റവും വലിയ കാസിനോ റിസോർട്ടുകളിൽ ഒന്നാണ് അവർ പ്ലാൻ ചെയ്തത്. ലാസ് വേഗാസ് സ്ട്രിപ്പിലെ വിന്നിന്റെ പ്രശസ്തമായ ഫ്ലാഗ്ഷിപ്പിനേക്കാൾ വലിയ ഒന്ന്. 215 ഏക്കർ ഭൂമി വിൻ റിസോർട്ട്സിന് പതിച്ചു കൊടുക്കുക എന്നാൽ ദ്വീപിന്റെ 9/1 1000-ലധികം ആഡംബര മുറികളും സ്യൂട്ടുകളും വിശാലമായ ഗെയിമിംഗ് ഏരിയകളും ഒരു റീറ്റെയിൽ പ്രൊമനേഡും കൺവെൻഷൻ സെന്ററും അത്യാധുനിക തിയേറ്ററുകളും വൈവിധ്യമുള്ള ഫൈൻ ഡൈനിങ് റെസ്റ്റോറന്റുകളും പ്രൊജക്റ്റിൽ ഉൾപ്പെടും. സിംഗപ്പൂരിലെ മറീന ബേ സാൻഡ്സ് ആണ് പ്ലാനർമാർ മാതൃകയാക്കിയത്. വിൻ അൽ മർജാൻ ഐലൻഡിന്റെ ലക്ഷ്യം സിംഗപ്പൂർ മാതൃകകളെ ഗൾഫിന്റെ തനതായ ശൈലിയുമായി കൂട്ടിച്ചേർക്കുക എന്നതായിരുന്നു. 2023 തന്നെ പരിസ്ഥിതി ആഘാത പഠനങ്ങളും ആർക്കിടെക്ചറൽ സ്ട്രക്ചർ ഡിസൈനും തുടങ്ങി. നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള ലോജിസ്റ്റിക്സ് തയ്യാറാക്കി. 2027 മാർച്ചിൽ പദ്ധതി പൂർത്തിയാക്കി തുറന്നുകൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. വിന്നിന്റെ പ്രപ്പോസൽ ജനറൽ കൊമേഴ്സ്യൽ ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റി എന്ന GCGRAയുടെ മുന്നിലെത്തി. 15 വർഷത്തെ ലൈസൻസ് വിൻ റിസോർട്ട്സിന് അനുവദിച്ച് GCGRA ഉത്തരവിറക്കി. 15 വർഷം കഴിഞ്ഞ് ലൈസൻസ് പുതുക്കാൻ സാധിക്കുമെന്ന വ്യവസ്ഥയും കരാറിലുണ്ടായിരുന്നു. 14 ബില്യൺ ദിർഹം, ഏതാണ്ട് $3.8 ബില്യൺ വിൻ റിസോർട്ട്സ് ഈ പദ്ധതിയിൽ നിക്ഷേപിച്ചത്. ഇതിനിടെ വൺ പെർ എമിറേറ്റ് എന്നൊരു ചട്ടക്കൂട് ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റി സൃഷ്ടിച്ചിരുന്നു. ഒരു എമിറേറ്റിൽ ഒരു ലാൻഡ് ബേസ്ഡ് കാസിനോയ്ക്ക് മാത്രം ലൈസൻസ് നൽകുക എന്നതാണ് വൺ പെർ എമിറേറ്റ്. അതിലൂടെ UAEക്ക് 2 ലാഭങ്ങളുണ്ട്. ഒന്ന്, ഒരു പൈലറ്റ് പ്രൊജക്റ്റ് പോലെ ഇത് നിയന്ത്രിക്കാൻ സാധിക്കും. 2, എമിറേറ്റുകൾ തമ്മിലുള്ള അനാവശ്യ മത്സരം ഒഴിവാക്കാം. അൽ മർജാൻ ദ്വീപിലെ കുഴഞ്ഞ മണ്ണിൽ അസാധാരണമായ കരുത്തുള്ള ഒരു ഫൗണ്ടേഷൻ വേണം. 1800-ലധികം കോൺക്രീറ്റ് പൈലുകളാണ് ഇതിനു വേണ്ടിയിട്ടത്. ചിലത് 30 മീറ്ററിലധികം ആഴത്തിൽ പോയി. പൂർണ്ണമായ സ്റ്റെബിലിറ്റി വേണ്ടുന്ന 70 നിലകളുള്ള ഒരു ടവറാണ് ഇതിനു മുകളിൽ പണിയേണ്ടിയിരുന്നത്. 2024 മെയ് ആയപ്പോഴേക്കും റാസൽ ഖൈമയുടെ സ്കൈലൈനിൽ വിൻ റിസോർട്ട്സിന്റെ ടവർ ദൃശ്യമായി തുടങ്ങി. പ്രധാന ടവറിന്റെ കോർ എലിവേറ്ററുകളും സ്റ്റെയറുകളും സർവീസുകളും ഉൾക്കൊള്ളുന്ന കോൺക്രീറ്റ് നട്ടെല്ല് ഉയരാൻ തുടങ്ങി. ലോകമെമ്പാടും നിന്നുള്ള 8000-ലധികം തൊഴിലാളികൾ, എഞ്ചിനീയർമാർ, ക്രെയിൻ ഓപ്പറേറ്റർമാർ, സ്റ്റീൽ ഫിക്സർമാർ എന്നിവർ ഓരോ ദിവസവും ജോലി ചെയ്തു. 2024 ഡിസംബറോടെ പദ്ധതി 55% സ്ട്രക്ചറൽ കംപ്ലീഷനിലെത്തി. 2025 ഓഗസ്റ്റോടെ 61 നിലകൾ പൂർത്തിയായി. 220 മീറ്റർ ഉയരം. വിൻ അൽ മർജാൻ ഐലൻഡിന്റെ വരവ് അതിന്റെ വേലിക്കെട്ടുകളിൽ ഒതുങ്ങി നിന്നില്ല. അത് റാസൽ ഖൈമയുടെ സാമ്പത്തികവും ഭൗതികവുമായ ഭൂപ്രകൃതിയെ മാറ്റിമറിച്ചു. റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ ഇതിനെ വിൻ എഫക്റ്റ് എന്ന് വിളിച്ചു. അൽ മർജാൻ ഐലൻഡിലെയും അടുത്തുള്ള അൽ ഹംറയിലെയും റിയൽ എസ്റ്റേറ്റ് മൂല്യം 25 മുതൽ 40% വരെ വർദ്ധിച്ചു. പുതിയ ലക്ഷറി റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ പ്രഖ്യാപിക്കപ്പെട്ടു. മരുഭൂമിയിൽ ഒരു പുതിയ ലാസ് വേഗാസ് നിർമ്മിക്കപ്പെടുകയായിരുന്നു. ഇനി മരുഭൂമിയിലേക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ സിമന്റും ഗ്ലാസും എത്തിക്കുന്നവർ ആരെല്ലാം എന്ന് നോക്കാം. കാരണം ഒരു കാസിനോ എന്താണ് എന്നതുപോലെ പ്രധാനമാണ് ആരാണ് അതിന് പണം മുടക്കുന്നത് എന്നതും. ഈ പദ്ധതിയുടെ ആകെ ബഡ്ജറ്റ് ഔദ്യോഗികമായി 14 ബില്യൺ ദിർഹമാണെന്ന് പറഞ്ഞല്ലോ. ലോകത്തെ മൈക്രോ റിപ്പബ്ലിക്കുകളുടെ GDPയേക്കാൾ കൂടുതലാണ് ഈ തുക. ഈ ദശകത്തിൽ ലോകത്ത് തന്നെ നിർമ്മിക്കപ്പെടുന്ന ഏറ്റവും ചെലവേറിയ ഇന്റഗ്രേറ്റഡ് റിസോർട്ട് ഡെവലപ്മെന്റ്സിൽ ഒന്നാണ് വിൻ അൽ മർജാൻ റിസോർട്ട്. റിസ്ക്കും ലാഭവും പങ്കുവയ്ക്കുന്ന രീതിയിലുള്ള സങ്കീർണവും മൾട്ടിലേഡുമായ സാമ്പത്തിക ഘടനയിൽ നിന്നാണ് ഈ പണം വരുന്നത്. വിൻ തന്നെയാണ് പദ്ധതിയുടെ ഇക്വിറ്റി ആങ്കർ, അതായത് പ്രധാന നിക്ഷേപകൻ. ഏകദേശം 4 ബില്യൺ ദിർഹം ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റായി കമ്പനി നൽകിയിട്ടുണ്ട്. ഇതൊരു സാധാരണ മാനേജ്മെന്റ് കോൺട്രാക്റ്റ് അല്ല. ഈ പദ്ധതിയുടെ വിജയത്തിൽ വിന്നിന് നേരിട്ടുള്ള സാമ്പത്തിക താല്പര്യമുണ്ട്. ഈ ഇക്വിറ്റി നിക്ഷേപം മറ്റു നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരടിത്തറയാണ്. മൂലധനത്തിന്റെ ബാക്കി ഭാഗം പ്രൊജക്ട് ഫിനാൻസ് ഡെപ്റ്റ് വഴിയാണ് കണ്ടെത്തുന്നത്. ഇവിടെ പ്രാദേശികവും അന്തർദേശീയവുമായ ബാങ്കുകളുടെ കൺസോർഷ്യമാണ് പ്രധാന കളിക്കാർ. ഫസ്റ്റ് അബുദാബി ബാങ്ക് പോലുള്ള പ്രമുഖ ബാങ്കുകൾ ഇതിൽ പങ്കാളികളാണ്. ബാക്കി ഭാഗം വെളിപ്പെടുത്താത്ത നിക്ഷേപമാണ്. മതപരമായ കാരണങ്ങളാൽ പേര് മറച്ചു പിടിച്ചിരിക്കുന്ന UAEയിലെ അതിസമ്പന്നരാണ് ഇവർ. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം പദ്ധതിയുടെ ആകെ ബജറ്റിന്റെ 2/3 ഭാഗവും ഇതിനകം തന്നെ ചിലവഴിച്ചു കഴിഞ്ഞു. ഇനി ആർക്കൊക്കെ ഇവിടെ ലാഭം വീതം വയ്ക്കും? UAEയിലെ ഗെയിമിംഗ് വിപണി പക്വത പ്രാപിക്കുമ്പോൾ വർഷം തോറും 5 ബില്യൺ മുതൽ 8 ബില്യൺ ഡോളർ വരെ വരുമാനമുണ്ടാക്കാം. ഇതിന്റെ 18 മുതൽ 35% വരെ UAE സർക്കാരിന് നികുതിയായി കിട്ടും. പുതിയ കാസിനോ റിസോർട്ട് വരുമ്പോൾ 2030ഓടെ പ്രതിവർഷം 30 ലക്ഷം ടൂറിസ്റ്റുകളെ ആകർഷിക്കുക എന്നതാണ് RAK ടൂറിസം അതോറിറ്റിയുടെ ലക്ഷ്യം. ചില്ലറക്കാരായിരിക്കില്ല ഇവിടെ വരിക. ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ആണ്, പണം വാരിയെറിയാൻ തയ്യാറായി വരുന്നവർ. നിർമ്മാണവേളയിൽ 10,000-കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. റിസോർട്ട് തുറക്കുന്നതോടെ ഹോസ്പിറ്റാലിറ്റി, മാനേജ്മെന്റ് മേഖലകളിൽ 1000-കണക്കിന് സ്ഥിരം ജോലികൾ ഉണ്ടാകും. സപ്ലൈ ചെയിനുകളിൽ പ്രാദേശിക ബിസിനസ്സുകൾക്കും അന്തർദേശീയ വിതരണക്കാർക്കും ഇത് പുതിയ അവസരങ്ങൾ നൽകും.
വരുന്ന ധനികരെ ഊറ്റിപ്പിഴിയാൻ 21,000 സ്ക്വയർ മീറ്റർ വരുന്ന ഗെയിമിംഗ് ഫ്ലോർ വിൻ സജ്ജമാക്കുന്നുണ്ട്. 3 ഫുട്ബോൾ മൈതാനങ്ങളുടെ വലിപ്പമുള്ള ഗെയിമിംഗ് സ്പേസ്, ഏറ്റവും പുതിയ സ്ലോട്ട് മെഷീനുകൾ മുതൽ സാധാരണക്കാർക്കായി ഇലക്ട്രോണിക് ടേബിൾ ഗെയിമുകൾ വരെ ഇവിടെ ഉണ്ടാകും. ഒപ്പം ബാക്കററ്റ്, ബ്ലാക്ക് ജാക്ക്, റൗലറ്റ്, പോക്കർ എന്നിവയ്ക്കായി വലിയ പിറ്റുകൾ സജ്ജീകരിക്കും. എല്ലാവർക്കും ഒരു ഹൈ റോളർ ഫീൽ നൽകുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻ. ഇതിനോട് ചേർന്ന് ഇൻവൈറ്റീസിൻ്റെ മാത്രം പ്രവേശനമുള്ള VIP ഗെയിമിംഗ് സലൂൺസ് ഉണ്ടാകും. 15,000 ചതുരശ്ര മീറ്റർ വരുന്ന റീറ്റെയിൽ സ്പേസ് ഇതിൻ്റെ ഭാഗമാണ്. ഷാനൽ, റോളക്സ്, കാർട്ടിയർ, ഹെർമീസ് തുടങ്ങി ലോകോത്തര ലക്ഷറി ബ്രാൻഡുകൾ വിൽക്കുന്ന സ്റ്റോറുകൾ. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ 2027 ജനുവരിയിൽ റിസോർട്ട് അതിൻ്റെ നിർണായകമായ പ്രീ ഓപ്പണിംഗ് ഫേസിലേക്ക് കടക്കും. ഇതൊരു സോഫ്റ്റ് ലോഞ്ച് അല്ലെങ്കിൽ ഡ്രസ് റിഹേഴ്സലാണ്. തിരഞ്ഞെടുക്കപ്പെട്ട അതിഥികൾ, ഹൈ റോളർ ക്ലയൻറ്റുകൾ, ട്രാവൽ പാർട്ട്ണർമാർ, മീഡിയ, VIP-കൾ എന്നിവർക്കാണ് ഈ സമയം റിസോർട്ടിലേക്ക് പ്രവേശനം. 2027 മാർച്ചിൽ റിസോർട്ട് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കും. ഉത്തരാർദ്ധഗോളത്തിലെ വിന്റർ ടൂറിസ്റ്റ് സീസണിൻ്റെ അവസാന ഭാഗം പ്രയോജനപ്പെടുത്താനും അടുത്ത വർഷത്തേക്ക് മികച്ച അടിത്തറയിടാനും ഇത് സഹായിക്കും. UAE-യിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ഗെയിമിംഗ് ഡെസ്റ്റിനേഷനായിട്ടായിരിക്കും ഇത് വിപണനം ചെയ്യപ്പെടുക. മനുഷ്യരില്ലാതെ ഇതൊന്നും സാധ്യമല്ല. ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള ഹയറിംഗ്സ് ആരംഭിച്ചു കഴിഞ്ഞു. ഡീലർമാർ മുതൽ സോമലിയർമാരും കൺസിയർജുമാരും വരെ ആയിരക്കണക്കിന് ആളുകളെ വിൻ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കും വലിയ അവസരങ്ങൾ കിട്ടുന്നു. അന്താരാഷ്ട്ര പരിചയമുള്ളവരെ തേടുന്നതോടൊപ്പം തന്നെ പ്രാദേശിക എമിറാത്തികൾക്കായി പ്രത്യേക പരിശീലന പരിപാടികളും അവർ നടത്തുന്നുണ്ട്. ഒരു പുതിയ മാർക്കറ്റിൽ തങ്ങളുടെ ഡയറക്റ്റ് കോമ്പറ്റീറ്റർ കടന്നു വരുന്നതിനേക്കാൾ വലിയൊരു ആത്മവിശ്വാസം വേറെയില്ല. വിന്നാണ് ആദ്യം രംഗത്തെത്തിയത് എങ്കിലും MGM റിസോർട്ട്സും ഇതിനോടകം തന്നെ ദുബായിലെ മാൻമെയ്ഡ് ഐലൻഡായ ദ പാം ജുമൈറയിൽ തങ്ങളുടെ $multi-billion റിസോർട്ടിനായി കാസിനോ ലൈസൻസിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇതൊരു സുപ്രധാന കാര്യമാണ്. ഇതിനർത്ഥം ഇതൊരാളുടെ മാത്രം കാഴ്ചപ്പാടല്ല, ഇൻഡസ്ട്രി കൺസെൻസസ് ആണെന്നാണ്. ഇൻ്റഗ്രേറ്റഡ് റിസോർട്ട്സ് മേഖലയിലെ ടൈറ്റൻസ് ആണ് വിന്നും MGM-ഉം. അവരുടെ ഒരേ സമയത്തുള്ള $multi-billion നിക്ഷേപങ്ങൾ വ്യക്തമാക്കുന്നത് കൃത്യമായ കണക്കുകൂട്ടലുകൾ ഇക്കാര്യത്തിലുണ്ട് എന്നാണ്. നിലവിൽ കളിക്കാനായി മൊനാക്കോ, മക്കാവോ അല്ലെങ്കിൽ സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന മേഖലയിലെ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിനെയും വിനോദസഞ്ചാരികളെയും അവർ ലക്ഷ്യം വയ്ക്കുന്നു. 4-5 മണിക്കൂർ വിമാനയാത്രാ പരിധിയിൽ ഇതുവരെ ഗെയിമിങ്ങിന് നിയമപരമായ സൗകര്യങ്ങളില്ലാത്ത വലിയൊരു വിഭാഗം ജനങ്ങളുടെ ഡിസ്പോസിബിൾ ഇൻകം കൂടി പെട്ടിയിൽ വീഴും. ഈ ഡ്യുവൽ ആപ്ലിക്കേഷൻ തെളിയിക്കുന്നത് UAE ഒരു പരീക്ഷണമല്ല, തുടങ്ങും മുമ്പേ വിജയിച്ച ഒരു ആഗോള ഗെയിമിംഗ് ഹബ് പദ്ധതിയാണ് എന്നാണ്. ഇവിടെയും ട്വിസ്റ്റുണ്ട്. MGM സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി കാസിനോ അപ്രൂവൽ നൽകുന്നതിൽ ദുബായ് വലിയ തിടുക്കം കാണിക്കുന്നില്ല. കാരണം ദുബായിലെ ടൂറിസം സ്ട്രാറ്റജി നിലവിൽ തന്നെ വൻ വിജയമാണ്. അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ ലോകത്തിലെ 1-ാം നമ്പർ ലക്ഷ്യസ്ഥാനമാണ് ദുബായ്. അവിടെ ലോകോത്തര ഷോപ്പിംഗ്, ഡൈനിങ്, മറ്റ് ആകർഷണങ്ങൾ എന്നിവയെല്ലാം ഉണ്ട്. ദുബായ്ക്ക് ഗെയിമിംഗ് എന്നത് ഒരു അധിക സൗകര്യം മാത്രമാണ്, അനിവാര്യതയല്ല. ദുബായ് ടൂറിസം അതോറിറ്റി ഈ മാതൃക വളരെ സൂക്ഷ്മമായി പഠിക്കുന്നു. അവരുടെ മുൻഗണന ഇൻ്റഗ്രേഷനും കൺട്രോൾസിനുമാണ്. ഏത് ഗെയിമിംഗ് ഘടകവും തങ്ങളുടെ നിലവിലുള്ള ലക്ഷറി ആൻഡ് ഫാമിലി ബ്രാൻഡിനോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് അവർക്ക് ഉറപ്പാക്കണം. ലോകത്തിലെ തന്നെ ഏറ്റവും കർശനമായ റെഗുലേറ്ററി ഫ്രെയിംവർക്കായിരിക്കും അവർ രൂപപ്പെടുത്തുക, പ്രത്യേകിച്ച് ആൻറ്റി മണി ലോണ്ടറിംഗ്, റെസ്പോൺസിബിൾ ഗെയിമിംഗ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച്. 2005 സിംഗപ്പൂർ കാസിനോ ഗെയിമിംഗ് നിയമവിധേയമാക്കിയപ്പോൾ വളരെ കർശനമായ നിബന്ധനകളുണ്ടായിരുന്നു. അതിൻ്റെ പരിഹാരമായിരുന്നു ഇൻ്റഗ്രേറ്റഡ് റിസോർട്ട് അല്ലെങ്കിൽ IR മോഡൽ. ഇതിൽ ഇൻ്റഗ്രേറ്റഡ് എന്ന വാക്കാണ് പ്രധാനം. ഇവിടെ കാസിനോ എന്നത് ഒരു സ്റ്റാൻഡ് അലോൺ അട്രാക്ഷൻ അല്ല. അത് ലക്ഷറി ഹോട്ടൽസ്, കൺവെൻഷൻ സെൻ്ററുകൾ, മിഷലിൻ സ്റ്റാർ റെസ്റ്റോറൻറ്റുകൾ, ഹൈ എൻഡ് റീറ്റെയിൽ, തിയേറ്ററുകൾ തുടങ്ങിയ വിപുലമായ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗം മാത്രമാണ്. അനലിസ്റ്റുകൾ കരുതുന്നത് UAE ഈ സിംഗപ്പൂർ മോഡൽ സ്വീകരിക്കുകയും മാറ്റം വരുത്തുകയും ചെയ്യുമെന്നാണ്. ഗെയിമിംഗ് ലൈസൻസിനെ ഒരു എക്കണോമിക് എഞ്ചിനായി ഉപയോഗിച്ച് നോൺ ഗെയിമിംഗ് അമ്യൂണിറ്റീസിനെ ശക്തിപ്പെടുത്തുക, അതാണ് ലക്ഷ്യം. സിംഗപ്പൂരിൽ IRകൾ വന്നതോടെ വിനോദസഞ്ചാരികളുടെ എണ്ണം ഇരട്ടിയാവുകയും 10,000-കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. ഇത് തന്നെയാണ് UAEയും ലക്ഷ്യമിടുന്നത്. സ്വദേശികൾക്ക് കർശനമായ എൻട്രി കൺട്രോൾസും ഉയർന്ന ഫീസും ഏർപ്പെടുത്തിക്കൊണ്ട് വിനോദസഞ്ചാരികളെ മാത്രം ലക്ഷ്യം വയ്ക്കുന്ന ഈ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് രീതി പ്രായോഗികമാണെന്ന് ഇതിനകം തെളിയിക്കപ്പെട്ടതാണ്. ഫിസിക്കൽ റിസോർട്ടുകൾ ഉയരുന്നതിനോടൊപ്പം തന്നെ ഡിജിറ്റൽ ബെറ്റിംഗ് മേഖലയും സജീവമാകുന്നു. UAEയിൽ ലൈസൻസ് ഉള്ള ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളുടെ ആദ്യഘട്ടം എത്തിക്കഴിഞ്ഞു. MGMൻ്റെ BetMGM UAEയിൽ ഇപ്പോൾ നിയമവിധേയമാണ്. വലിയ സ്ക്രൂട്ടനിങ് ഇല്ലാതെ ഡിജിറ്റൽ ബെറ്റിംഗ് ലൈസൻസ് ലഭിക്കുന്നുണ്ട്. ആദ്യത്തെ ചിപ്പ് ഇപ്പോഴും ടേബിളിൽ വീണിട്ടില്ല. എന്നിട്ടും $5 ബില്യൺ കളത്തിലിറങ്ങിക്കഴിഞ്ഞു. ഇനി ആര് നേടും, ആർക്ക് നഷ്ടപ്പെടും എന്ന കണക്കെടുപ്പാണ്. മതം അതിൻ്റെ ഭൂതക്കണ്ണാടിയുമായി പിന്നാലെ തന്നെയുണ്ട്.
UAEയുടെ നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും എത്രമാത്രം ഫലപ്രദമായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും അറേബ്യയിലെ ചൂതാട്ടത്തിൻ്റെ ഭാവി.